കാര്യമായ പണികളിലാണ് സുകന്യ. അരി ഇപ്രാവശ്യമാണെങ്കിലോ വാങ്ങിയ അരിയില്ലേ ഒരൊന്നൊന്നര അരിയാണ്. ചോറാണെങ്കിൽ പെട്ടെന്ന് വേവണമില്ല. അയ്യോ അരി താമസമായി കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം. 2 മണിക്കൂറാവണം തോന്നുന്നുണ്ട്. ഇവർ പറയണ പോലെ റൈസ് കുക്കർ വാങ്ങേണ്ടി വരുന്നത്. റൈസ് കുക്കർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കണ്ടേ. കായം എടി അവിടെ കത്തി ഉണ്ട് പെണ്ണേ, കറുത്ത കത്തി. സാമ്പാർ 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 രസം, മോര്. എങ്ങനെ ഉണ്ടാവും സൂര്യ? എണ്ണം തെറ്റുണ്ടോ സൂര്യ? എണ്ണം തെറ്റുണ്ടാവില്ല അളക്കണതേ. ഇങ്ങനെ ഞാൻ ചെറിയ അളക്കേറ്റാണ് വിചാരിച്ചത്. നമ്മക്ക് ഇവിടെ കയ്യും കണക്കൊന്നുമില്ല അല്ലേ സോനി? നിറഞ്ഞോ? ബാക്കിയുള്ള അരി എന്താ ചെയ്യാ? നാളെ ചോറ് വെക്കി എടുക്കാലോ. എന്താ സോനി ഒരു ഐഡിയ ഇല്ലണ്ടേ. വെളിച്ചെണ്ണ കെട്ട് പൂവില്ലേ, ചിലത് വെളിച്ചെണ്ണ കാർച്ചയൊക്കെ വരില്ലേ, ആ സമയത്ത് നമ്മൾ കുരുമുളക് ഇട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ലേട്ടാ അതുണ്ട്, കുരുമുളക് ഇട്ട് വയ്ക്കും. ഇത് ഞാൻ അവിടെ കടയിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയല്ലേ അല്ലേ. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ചിലവരുടെ അടുത്ത് നിന്നല്ലേ നമുക്ക് മനസ്സിലാവുക. അതങ്ങോട്ട് ഇടുത്തങ്ങോട്ട് ചെയ്തോട്ടോ. ഉണക്കമുളക് മുഴുവൻ അരിയിലിട്ട് വെച്ചോ. ഉണക്കമുളക് ഇട്ടേക്കാളുള്ള സ്ഥലമായി കുറിഞ്ഞാത്തം വരൂല. ഞാനല്ലേ ഒരു മുളകും മല്ലിയും വാങ്ങിയത് പൊടിച്ചതുണ്ട് കേട്ടോ. 1 കിലോന്റെ മുകളിൽ മുളക് പൊടി എടുത്തിട്ടായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് മുളകില്ലാന്ന് പറഞ്ഞിട്ട്. 1 കിലോ മുളക് 1 കിലോന്റെ മുകളിൽ മുളകും മല്ലിയും പൊടിച്ചതുണ്ട്. അപ്പം ഞാൻ കടയിൽ പോയപ്പോൾ പിന്നെ 1 കിലോ മുളകും മല്ലിയും വാങ്ങിയിട്ട് ഇനി മാവേലിയിൽ നിന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അര കിലോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം ആവുമ്പോഴേക്കും റെഡിയാക്കാം. ഓണം കഴിഞ്ഞ് കിട്ടുമോ? ഓ ഓണം കഴിഞ്ഞിട്ട് അടുത്ത മാസമല്ലേ ഓണം. എന്താട്ടാ കരണ്ട് അങ്ങോട്ട് പോയിട്ടോ. നന്നായിട്ടുണ്ട്. ഞാൻ നിങ്ങളല്ലേ കൂട്ടിയിട്ട് പറയണ്ട്, ഞാനാ പറയണ്ട്. ഞാനാണപ്പോ കൂട്ടിയത്. അപ്പോഴേ ഞാനില്ലേ അവിടെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വാങ്ങിയതാണ് കേട്ടത് ടവലുകളേ. എന്തിനെന്നറിയോ, നമ്മുടെ കബോർഡുകളൊക്കെ വൃത്തിയാക്കാനും പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എത്ര വലിപ്പമുണ്ടോ എന്തോന്നൊന്നും എനിക്കറിയില്ല. വലിപ്പം നോക്കണ്ടേ വാങ്ങിയത്. അതിൽ വലിപ്പൊക്കെ നോക്കിയിട്ടുണ്ടോ? ടവലിൻ്റെ വലിപ്പം പെട്ടുണ്ടോ? അത് ടവലിൻ്റെ വലിപ്പം തന്നെ ഉള്ളൂ. അത് മതി, കൈ തുടയ്ക്കാനൊക്കെ അല്ലേ വേണ്ടുള്ളൂ. ഇത് എത്രണ്ണം വെച്ചിട്ടാ നിങ്ങൾ? ഇത് എത്രണ്ണം ഉണ്ടാവും പറയാ? എത്ര ഉണ്ടായാലും കിട്ടിയോ? 1 2 തൽക്കാലം 3 4 5 6 8 9 10. സിങ്കിന്റെ അവിടെ വാഷ് ബേസിന്റെ അവിടെ വെക്കാന്. പിന്നെ എങ്ങനെയാന്നറിയോ, ഒന്ന് ഗ്യാസ് ഇല്ലേ, ഗ്യാസിന്റെ അവിടെ തുടയ്ക്കാൻ. ഇത് ഗ്യാസിന്റെ ഒക്കെ അവിടെ തുടയ്ക്കാനൊക്കെ ഉള്ളതാണ്. 10 എണ്ണത്തിന് 152 രൂപ കേട്ടോ. ഇപ്പം ഇല്ലേ കുറച്ച് ദിവസമായിട്ട് ഓഫർ ഉണ്ടായിരുന്നില്ലേ, അപ്പം ഞാൻ വാങ്ങിയതാണിത്. എന്താ അമ്മ നാൾ വന്നില്ലേ, അപ്പം അമ്മ അവിടെ പണിയെടുക്കുന്ന വീട്ടിലൊക്കെ ഇങ്ങനത്തെ ടർക്കികൾ അത്ര ഈ ഗ്യാസിൻ്റെ അവിടെ തുടയ്ക്കാനും അതേപോലെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ കേട്ടാ. ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ അവിടെ തുടയ്ക്കുന്ന തുണി അത് മാത്രം, മറ്റേത് കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനോ വേറൊന്ന്. അപ്പം അമ്മ എപ്പോഴും പറയും, ഞാൻ ഇതൊന്നും എടുത്ത് തുടയ്ക്കുമ്പോഴേ ഞാൻ ആ കൗണ്ടർ ടോപ്പ് മൊത്തം തുടയ്ക്കുമ്പോൾ ഗ്യാസും കൂടി അതിലാണ് തുടയ്ക്കുക കേട്ടോ. അപ്പോൾ അമ്മ പറയും അങ്ങനെ ചെയ്യണ്ട, അത് പെട്ടെന്ന് കേടുവരും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. 10 എണ്ണത്തിന് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. തോന്നിയോ? കുഴപ്പമില്ല. ടവലിന്റെ പൈസ ആയിട്ടില്ലല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അല്ല ചോറ്റുപാത്രം, കുട്ടികൾക്ക് ചോറ്റുപാത്രം പൊതിയ
അതിനുള്ള വലിപ്പില്ല, അത് സ്ക്വയർ ആണെങ്കിലേ പറ്റൂ. ഇത് നീളാ. ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങള് നല്ല ഓഫർ പെരുമഴ. മുളക് പൊടി തിരുമ്പി വെച്ചോ മീനില്? ഞാനത് വിചാരിച്ചു. അപ്പളേ കറണ്ട് പോയില്ലേ? ഞാൻ അവൾക്ക് അരയ്ക്കാൻ കൊടുത്ത്. അപ്പക്ക് എന്റെ അമ്മല്ലേ വിളിച്ചു കേട്ടോ. അമ്മല്ലേ എനിക്കില്ലേ കുറച്ച് മുളക് പൊടി, കുറച്ച് തോനടേന്ന്, എരിവ് കമ്മിയാണ് മുളക് പൊടി. അപ്പോഴേ എനിക്ക് ദിവസമല്ലേ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ടെൻഷൻ കയറുള്ളൂ. എന്താണെന്നറിയില്ല, അമ്മയുടെ അടുത്തൊന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം ഏത് കൂടെ വരികയെന്നറിയില്ല. ശരിക്കും എരിവ് ഉപ്പൊക്കെ അറിയണ്ടേ? എന്താ ഏട്ടാ, ഞങ്ങളില്ലേ എല്ലാവരും പാടെ അച്ഛൻ്റെ കൊല്ലം തേക്കലിന് കൂടിട്ടോ. എല്ലാവരും പാടെ അല്ലേ? 2 ദിവസം കഴിഞ്ഞ പൂരായിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ പൂരായിരിക്കും. എല്ലാവരും പോടെയുമ്പല്ലേ എന്താ എങ്ങനെ പറയാ, നല്ല രസമായിരിക്കും ഇവിടെ. കുട്ടിയോള് ഇപ്പോൾ പേരക്കുട്ടിയോൾ തന്നെ അല്ലേ, പേരക്കുട്ടികളെ എണ്ണം പറയുന്നില്ല. കുട്ടിയോളും എല്ലാവരും പാടെ ഇട്ട് അടിപൊളിയായിരിക്കും. അല്ലേ അമ്മ പറയണ പോലെ ഉറക്കണ്ടാവില്ല. കല അവിടെ നോക്കിയാലും സൗണ്ട്, ഇവിടെ നോക്കിയാലും സൗണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാടെ നല്ല രസമല്ലേ ഞങ്ങളുടെ. എനിക്കൊന്നും സത്യം പറയാച്ചാൽ എൻ്റെ അമ്മ വീട്ടിലൊന്നും പോയിട്ട് അങ്ങനെ വിരുന്ന് നിന്ന ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. സുഗന്യക്കൊക്കെ പോയിക്കും. നമുക്ക് അങ്ങനെ സ്കൂളിൽ പോകണ്ടേ? 2 മാസമൊക്കെ നിർത്തുവോ? ഏട്ടൻ പോയി നിന്നിട്ടുണ്ട്. ഏട്ടാ ആര് വീട്ടിലേക്ക് പോയിക്കോളൂ. ഇവിടുന്ന് അങ്ങോട്ട് ചാടി അമ്മമ്മയുടെ വീടാണ്. അപ്പൊ അവിടെ പോകണം, ഇവിടെ പോകണമൊക്കെ കണക്കാ. അവിടെ പോയി കഴിഞ്ഞാൽ വിരുന്ന് വന്നൊരു ഭാവം അവർക്ക് ഉണ്ടാവില്ല. സത്യം പറയച്ചല്ലേ, നമുക്കൊരു ഭാവയ്ക്കും ഉണ്ടാവില്ല. പിന്നെ നമുക്കും അങ്ങനെയുള്ള നമ്മളിപ്പോ അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ എന്ത് ആരാ വിരുന്ന് വന്നു തോന്നുന്നു, ആർക്കാ വിരുന്ന് വന്നായിട്ട് പോയി. അതുപോലെ തന്നെ അമ്മമ്മയോടെ പോയി കഴിഞ്ഞാൽ അതിപ്പോ ദിവസം 1-2 പ്രാവശ്യം ദിവസം അവിടെ പോകും. പിന്നെ ഇപ്പൊ അവർക്ക് എന്ത് വിരുന്ന് വന്ന്. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ശരിക്കും പറഞ്ഞു വെച്ചാൽ അതിന് ചേച്ചിമാര് വേണം അല്ലേ? ആർക്കപ്പോൾ അതിന് പപ്പടം? നടക്ക് പപ്പടം വേണോ? കുഞ്ഞ് പപ്പടം, വലിയ പപ്പടമാണ്, നല്ല വലിപ്പുണ്ട്. ഇവിടെ വന്ന് നോക്കി. ഉണക്കമീനും സാമ്പാറും എന്താ, എനിക്ക് മോരില്ലേ, മോര് നല്ല ഇഷ്ടം കേട്ടോ. കട്ട തൈരും അത് നല്ല രസം. ചില അമ്പലത്തിൽ പോയി കഴിഞ്ഞു വെച്ചാൽ വെള്ളം പോലുള്ള സാമ്പാറും ഉണ്ടാവും, അതേപോലെ തന്നെ വെള്ളം പോലുള്ളൊരു മോരും ഉണ്ടാവില്ല ഏട്ടാ, ഒരു അച്ചാറും ഉണ്ടാവും. പക്ഷെ അത് എന്തോരം ടേസ്റ്റാണ് വെച്ചിട്ട് ആ ഭക്ഷണം കഴിക്കാൻ. കുറേ നമ്മൾ വീട്ടിലിപ്പോൾ ഉപ്പേരി പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു എന്താ പ്രസാദത്തിന് നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ അയ്യേ അങ്ങനെയല്ല, സാമ്പാറിന്റെ കായത്തിന്റെ നല്ല ഇങ്ങനെ മണം വന്നപ്പോ അപ്പൊ അങ്ങനെ മനസ്സിലാണ്. അല്ലാതെ നമ്മള് സാമ്പാർ വെക്കില്ലേ, സാമ്പാർ വെക്കുന്ന സമയത്ത് എന്താ കായം, പരിപ്പിന്റെ കൂടെ കായ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ, എന്താ പിന്നെ നമ്മൾ തേങ്ങ വറക്കില്ലേ, ആ സമയത്തും കായ ഇട്ട് കഴിഞ്ഞു വെച്ചാലും നല്ല ടേസ്റ്റാണ്. സാമ്പാറിന് ഒരു കായത്തിന്റെ രുചി മുമ്പിൽ നിൽക്കണം അല്ലേ? പിന്നെ അതേപോലെ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. നമ്മുടെ മുളകും മല്ലിയും പച്ചമുളകല്ലേ സാധാ മുളകില്ലേ, മുളകും മല്ലിയും പാടെ വറുത്തിട്ട് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ മല്ലി മുളകും വല്ലാണ്ട് ഇങ്ങോട്ട് നമ്മൾ നെയ്സാക്കി അറിയില്ലേ, അങ്ങനെ അരയ്ക്കാൻ പാടില്ല അത്രേ. ഒരു മല്ലിയുടെയൊക്കെ ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അത്രേ ആ സാമ്പാർ. അത് ശരിയാട്ടോ. ചില നമ്മുടെ ഇവിടെ അമ്പലത്തിൽ സാമ്പാർ വയ്ക്കുമ്പോൾ അങ്ങനെ വയ്ക്കുക, മല്ലിയുടെ ഒരു ഇത് കാണില്ലേ, ആ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അല്ല അവിടുത്തെ മാത്രമല്ല, നമ്മൾ പള്ളിയിൽ നിന്ന് പെരുന്നാൾ, നമ്മളൊക്കെ നെയ്ച്ചോറുണ്ടാക്കിയാലും പള്ളിയിൽ നിന്ന് പെരുന്നാൾക്കല്ല വലിയ പെരുന്നാൾക്കോ അല്ലെങ്കിൽ ഉടമല നേർച്ചയ്ക്കൊക്കെ കിട്ടുന്ന ചോറിനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ?
അതൊക്കെ ഒരു നമ്മൾ എത്ര ആൾക്കാർ വെച്ചാലും ഇത് ശരിയാവില്ല. എങ്ങനെ നമ്മൾ എത്ര വെക്കുന്ന പ്രത്യേകത. അതേപോലെ എൻ്റെ വീട് അമ്പകുന്നല്ലേ, അപ്പോൾ ഞങ്ങൾ അമ്പകുന്ന് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആ പള്ളിയിൽ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ അവിടെ അമ്പകുന്ന് പോയി തൊഴുകണതാണ്. അപ്പോൾ നമ്മൾ വീടായി കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോയിട്ടില്ല. നമ്മൾ വീട്ടിലേക്കൊക്കെ പോയി, പക്ഷെ അവിടേക്ക് എന്താ ഞാൻ പ്രാർത്ഥിച്ചതാണ് കേട്ടോ. ഒരു ചാക്ക് അരി നമ്മൾ അവിടെ കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചതാണ്. നമ്മുടെ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേറെ എന്ത് കൊടുക്കണേക്കാളും നല്ലതല്ലേ ഭക്ഷണത്തിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിലേക്കാട്ടിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അരി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൈസ കൊടുത്തു ഞങ്ങൾ ഒരു പ്രാവശ്യം. പക്ഷെ പിന്നെ വിചാരിച്ചു വീടൊക്കെ കയറി പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഒരു ചാക്ക് അരി കൊടുക്കാമെന്ന്. അപ്പോൾ നേർച്ചയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ നേർച്ചയ്ക്ക് എന്തോ മരിപ്പോ ആരുടെ ഒരു മരിപ്പ് കാരണം കൊണ്ട് പോയില്ല. ഇനിയിപ്പോൾ സുകന്യയും കണ്ടിട്ടില്ല കേട്ടോ അമ്പകുന്ന്. അപ്പം ഇനി നമ്മളെല്ലാവരും പാടെ ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ദിവസം പോയി അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പുഴയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ചേട്ടാ. അങ്ങനെ എല്ലാവരും പാടെ കൂടി പോകണം, അനിയനെയും ഒക്കെ കൂട്ടിയിട്ട് പോകണം എന്ന് വിചാരിക്കണ്ടേ. പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീടൊക്കെ പിന്നെ കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ വീട് കാണാൻ പറ്റുമോയെന്നറിയില്ല. വീട് പൊളിക്കുന്നതിൻ്റെ മുമ്പേ 2 ദിവസം പോയി നിൽക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും പാടെ കഴിഞ്ഞൊരു വീട് ഇനി നമുക്ക് കാണൽ നടക്കില്ലല്ലോ അല്ലേ. ഏട്ടനും ഉണ്ടാവില്ലേ നമ്മുടെ എങ്ങനെ പറയുക കല്യാണം എല്ലാവരും പാടെ കൂടി ഏട്ടനും ഉണ്ടാവില്ലേന്ന് എൻ്റെ ഏട്ടന്മാരുടെ ഏട്ടൻ വന്നു എല്ലാവർക്കും ഉണ്ടാവില്ലേ, എല്ലാവരും പാടെ ഒന്ന് കൂടണം എന്നൊക്കെ ഉള്ളത്. ഇനി ചിലപ്പോൾ ഇതേപോലെ ഒരു കൂടലൊന്നും ഉണ്ടായിന്ന് വരില്ല. ഇത് ആർക്ക് കണക്കിടാനോ? ഞാൻ വിചാരിച്ചു അത് കണക്ക് പാകാവും ചിലപ്പോ. അതെങ്ങനെ അവന് പറ്റും? അതാ വട്ടായിരുന്ന പൊന്നിട്ടായിരുന്ന ഇത്രേ ഉള്ളു പൊന്നിന്റെ ഷർട്ട്. അത് ശരി, പൊന്നിന്റെ ഷർട്ടിന്റെ വലുപ്പം നോക്കി എന്നാ വാങ്ങിയ ടവലതിനുള്ള വലുപ്പുണ്ടാവും. പിന്നെ എൻ്റെ കുട്ടി എത്ര വലുപ്പുണ്ട്? നിങ്ങൾ എന്താ എൻ്റെ കുട്ടീനെ കണ്ണു വെക്കുന്നത്? എത്രയുള്ളൂ നോക്കിയത്? അപ്പൊ അത് ചെറുതാണേ, അണ്ണക്കുട്ടർ അത്രയുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായി തോന്നുകയാണ് കേട്ടോ. പൊന്നു ചെറുതാണ്, പൊന്നു ചെറുതാണ്, സുകന്യ ചെറുതാണ്, ഞാൻ മാത്രമാണ് ഇതിൽ. ഞാനും ഏട്ടനും ഹൈറ്റ് ഉണ്ട്, അനിയനും അമ്മുട്ടി. എൻ്റെ കുഞ്ഞുണ്ണിയൊക്കെ ഇത് അത്രയേ ഉള്ളൂ. ശരി, അമ്മ ചേച്ചിയും ഒറ്റ ചേച്ചിയും വലുതാവും, എൻ്റെ കുട്ടിയും വലുതാവും, വലിയമ്മേനെക്കാട്ടിൽ വലുതാവും. വലിയമ്മേനെക്കാട്ടിൽ വലുതായിട്ട് പോലീസുകാരനാവണം കേട്ടോ. പിന്നെന്താവുക? അയ്യോ ഒന്ന പൊക്കോ. അതൊന്നും പറയാൻ പറ്റില്ല. ബ്യൂട്ടീഷ്യൻ മുടി വെട്ടുന്ന ആളല്ല കേട്ടോ. ഏതാ കുട്ടിക്ക് ഇഷ്ടം? ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യനൊക്കെ എന്താ വെച്ചിട്ടാ കേട്ടോ. എനിക്ക് സത്യം പറയാച്ചല്ലേ, എനിക്ക് പോലീസ് മിലിറ്ററി ഇതാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ എൻ്റെ കിച്ചുവിനോട് പറയുന്ന ഒരു കാര്യമാണ്, കിച്ചുട്ട ഒന്നല്ലെങ്കിൽ പോലീസ് ആവണേ, ഒന്നല്ലെങ്കിൽ മിലിറ്ററിക്കാരനാവണേന്ന്. കിച്ചു എടുത്ത വായിക്കാൻ എന്താ പറയുകയെന്നറിയോ? ഞാൻ ഷെഫാവുന്നു എടുത്ത വായിക്കാം. അപ്പം ഞാൻ പറയും അപ്പം ഞാൻ പറയും അപ്പം ഞാൻ പറയും കേട്ടോ, എന്താ അമ്മയുടെ ഇഷ്ടം പോലെ അല്ല, കുട്ടിയുടെ ഇഷ്ടം പോലെ എൻ്റെ പാത്രം കുട്ടിയുടെ ഇഷ്ടം പോലെ കുട്ടി ഷെഫോ എന്തോ ആയിക്കോട്ടെ എന്ന്. അതാ പറഞ്ഞു. എന്താണ് ബാത്റൂമിൻ്റെ ഒന്ന് വിളിക്കാൻ എന്തുണ്ണി? മിടുക്കൻ നീ നിന്റെ ആഗ്രഹം പറയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ഒന്ന് നെയിൽസ് ആവണത് എനിക്കിഷ്ടമാണ്, മക്കള്. പിന്നെ അത് കഴിഞ്ഞാൽ പോലീസില്ലേ, ആ ജോലി എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള ജോലി ഏതാണെന്നറിയോ? ബ്യൂട്ടീഷ്യൻ. ഒരാളെ ഒരുക്കുക എന്നുള്ളത് അതൊരു കലയാണ് ശരിക്കും ഇല്ലേട്ടാ. അത് അല്ല ഇപ്പോഴത്തെ കല്യാണത്തിനൊക്കെ ചില കുട്ടികളെയൊക്കെ ഒരുക്കി കണ്ടു കഴിഞ്ഞു വെച്ചാലേ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. നമ്മുടെയൊക്കെ കല്യാണ സമയത്ത് നമ്മളെ എല്ലാ ചേച്ചിമാരും പാടെ ഒരുക്കിയിട്ട് ആ വേറെ ഭംഗി. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അങ്ങനെയല്ലല്ലോ. മുല്ലപ്പൂവൊക്കെ വെക്കുന്ന രീതികളും താമരപ്പൂവൊക്കെ വെച്ച് ഓരോന്ന് കാണണല്ലേ.
നമ്മുടെയൊക്കെ കല്യാണ സമയത്ത് നമുക്ക് ഇത്ര മുടിയെന്ന് വെച്ചാൽ ആ മുടി മൊത്തം മുല്ലപ്പൂവാ. അത് എങ്ങനെയാണെന്നറിയോ, ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ആദ്യം ഒരു വട്ടം, പിന്നൊരു വട്ടം, പിന്നൊരു വട്ടം, വട്ടം 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 വെച്ചിട്ടില്ലേട്ടാ. എന്നിട്ട് ഇവിടെ ഇതാക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ പൂവും കണ്ടിടും. ചോറുക്കതാ ഇതെന്തിനാടാ? ഈ അച്ചു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു വെച്ചാൽ അവളുടെ കുളിയൊക്കെ കഴിക്കട്ടോ. രാവിലെ അവൾ ചെയ്യേണ്ടത്, രാവിലെ എന്ന് വെച്ചാൽ അവളുടെ കാര്യം മറ്റേ കിച്ചുട്ടനാണ്. നമ്മൾ ഒരാളുടെ സപ്പോർട്ട് വേണം അവന് എപ്പോഴും എന്ത് ചെയ്യാനും. ആൺകുട്ടി ആയതുകൊണ്ട് സപ്പോർട്ട് വേണം പറയുന്നത്. ഇപ്പം എന്താ ആൺകുട്ടികൾക്ക് സപ്പോർട്ട് വേണം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തലവേദനയൊക്കെ. അപ്പോൾ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഒരു സൈഡ് കിടന്നിട്ട് ഈ ഒരു സൈഡ് മൊത്തം കൈ പൊത്തിക്കാനേ പറ്റാത്ത പോലെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ഒഴിഞ്ഞു. അവിടെ ഒരു സൗണ്ട് വരികട്ടെ. സൗണ്ടല്ലേ? വേദനിച്ചിട്ടാ സൗണ്ട് വരുന്നു. വേദനയുണ്ടോ? സുകന്യ ഇത് വല്ലതും അറിയണ്ടോ? എന്റെ വേദന എങ്ങനെ സുകന്യ അറിയാം? സുകന്യക്ക് വേദനിക്കുമ്പോൾ മിച്ചറും മുറുക്കായിട്ടും മല്ലിക്കെട്ടിരിക്കണ്ട് ഈ വേദന വല്ലതും അറിയണ്ടോ? അയ്യോ, നമ്മൾ എന്താ നോമ്പ് എടുക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് വൃത്തിയാക്കണം അതുപോലെ നമ്മുടെ ഇവിടെ എല്ലാവിടെയും വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ദോശയ്ക്കുള്ള അരി ഒക്കെ വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് നാളെ നമ്മൾ രാവിലെ കുളിച്ചിട്ട് അതൊക്കെ അരച്ച് വെക്കും കേട്ടോ. അരച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നാളെയാണ് നമ്മുടെ സംക്രാന്തി അല്ലേ? മൈലാഞ്ചി ഇടല്. നാളെ ഒരു 1.5 പരിപാടികളാണ്. രാവിലെ തൊട്ട് തുടങ്ങും ഒരുക്കം. പിന്നെ ഈ സംക്രാന്തി വിശേഷങ്ങളിൽ നാളെ നമ്മൾ വയസ്സായ കാരണവന്മാർക്ക് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുക കേട്ടോ. പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോൾ ചെയ്യാറില്ല. കാരണം നമ്മുടെ അച്ഛൻ്റെ കൊല്ലം തയ്ക്കൽ വരുന്നത് 22-ാം തീയതിയാണ് ഏട്ടൻ്റെ അച്ഛൻ്റെ കൊല്ലം തയ്ക്കൽ വരിക. അപ്പോൾ പിന്നെ നമ്മൾ തിരുവില്ലാമല പോയി എന്താ ക്രിയൊക്കെ ചെയ്യൽ. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ഈ എന്താ സംക്രാന്തി ദിവസം വൈകുന്നേരത്ത് വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കുക പറഞ്ഞാൽ ദോശയും ഇറച്ചിയും അപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു വയസ്സായവർക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ആചാരമല്ലേ ഏട്ടാ? വയസ്സായവർക്കല്ല, വയസ്സായി മരണപ്പെട്ടവർക്ക്. വയസ്സായവർ പറഞ്ഞപ്പോൾ ഞാനൊക്കെ വയസ്സായി കിടക്കണോട്ടെ. ഇവിടെ ഇപ്പോൾ വയസ്സായവർ ഞാനൊക്കെയാണ് പറയുക. അയ്യോ അങ്ങനെ പറയരുത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ തന്നെ അന്ന് അങ്ങനെ പറയുകയേ ചെയ്യരുത്. പിള്ളേര് വയസ്സ് ഞാനല്ലേ? അതൊക്കെ എന്താ 60 വയസ്സായി സൂന്യ പിള്ളേര് വയസ്സ് ഞാനല്ലേന്ന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിക്ക് താഴെയല്ലേ എല്ലാവരും? ഞാനല്ലേ വയസ്സ്? പിന്നെ എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടിൽ അറിയുക എങ്ങനെയാണെന്നറിയോ? ഇവിടുത്തെ അമ്മയ്ക്കും ഇവർക്കൊക്കെയാണ് ഈ പണ്ട് പട്ടപ്പര ഉള്ള സമയത്ത് 4 സൈഡിൽ നിന്നും കുറച്ചീശെ ഓല കീറും. എന്നിട്ട് കിണ്ടിയും വിളക്കൊക്കെ കഴുകി എന്താ ഒഴുക്കുള്ള വെള്ളത്തിൽ പോയി കുളിച്ച് വന്നിട്ടില്ലേട്ടാ. അത് ഏട്ടന് ഓർമ്മ ഉണ്ടോ? ഒരു പലക അങ്ങനെ കുത്തിച്ചാരി വെച്ച് നിലവിളക്കും വെച്ചിട്ട് ഒരു പലക കുത്തിച്ചാരി വെക്കും. എന്താ ഇപ്പോഴൊന്നും അതങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പലക കുത്തിച്ചാരി വെച്ചിട്ട് ഏറയത്തുനിന്ന് 4 4 മൂലയിൽ നിന്നും ഓരോ ഓല എങ്ങനെയാന്നൊക്കെ ഓർമ്മയില്ല. അത് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. 4 മൂലയിൽ നിന്നും ഓരോ ഭാഗത്തുനിന്ന് ഈ എന്താ ഓലപ്പെരയിട്ട ഓരോ സാധനങ്ങൾ എടുക്കും. എന്നിട്ട് എന്താ ഇങ്ങനെ ചൂലും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും. എന്താ പറയാ, ചേട്ടവോ ശിവേലി വാ പറഞ്ഞിട്ട്. അതിന്റെ എന്താ എനിക്കൊക്കെ ചെറിയൊരു ഓർമ്മയുള്ളൂ കേട്ടോ. അതൊക്കെ അച്ചമ്മയൊക്കെ ഉള്ള സമയത്താണ് അതൊക്കെ ചെയ്യല്. ഇപ്പൊ നമ്മളെങ്ങനെ എന്റെ അച്ചമ്മയൊക്കെ ഉള്ള സമയത്ത് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളെന്താ ചെയ്യാന്നറിയോ? ഇപ്പൊ നമ്മൾ ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടെയും അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ കുട്ടികൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കും. എന്താ ആദ്യമൊക്കെ കൈ രണ്ടിലും ഇറച്ചിപ്പൊതി എന്നൊക്കെ പറയും. തേക്കിൻ്റെ ഇലയൊക്കെ വെച്ചിട്ടാണ് മൈലാഞ്ചി ഇറച്ചിയായിട്ട് കെട്ടിയിട്ട് തേക്കിൻ്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ പൊതിക്കും 2 കൈയിലും 2 കാലിലും. ഇപ്പോഴൊക്കെ പിന്നെ ട്യൂബല്ലേ, മൈലാഞ്ചി അരക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതാണ് കുട്ടികൾക്ക് മൈലാഞ്ചി ഇടലും അമ്മമാർക്ക് അന്നത്തെ ദിവസം അടുക്കളപ്പണിയായിരിക്കും. വൈകുന്നേരമായ അത് നമ്മുടെ ഈ കോഴിയല്ല കേട്ടോ, നാടൻ കോഴി വറുത്തരച്ച്. അന്നിപ്പോ നാടൻ കോഴിയുള്ളൂ. അന്നിപ്പോ
ലഗോണൊന്നും ഇല്ല. അല്ല ഇപ്പൊ ഇപ്പോഴും നമ്മളാണോ ലഗോണയില്ല, നാടൻ വെച്ചാല് കോഴിയില്ല. ഇപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെന്താ ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് ഏട്ടൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എവിടുന്നാ നാടൻ കോഴി കിട്ടുക, കാരണം എന്താ വെച്ചാൽ ഇവരുടെ മനസ്സിൽ അതാണ് ചിന്ത, നാടൻ കോഴി എങ്ങനെ കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അനിയേട്ടൻ്റെ അടുത്ത്, അനിയേട്ടാ നാടൻ കോഴി നോക്കട്ടെ നിങ്ങൾ, നാടൻ കോഴിക്കേ പോണ്ട പറഞ്ഞത് സൂര്യനെ, ഉള്ളൊരു കോഴി വാങ്ങുക, വറുത്തരച്ച് വെക്കുക, കുറച്ച് ദോശയും ചൂടുക, എങ്ങനെ ഉണ്ടാവും? എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാവും. ഏ എങ്ങനെ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോഴൊക്കെ പറഞ്ഞു വെച്ചാൽ ഇപ്പോഴത്തെ ഇതാണ് എങ്ങനെയായാലും ദോശ ഇടണം, അത്രേ വേണ്ടു. ട്യൂബ് മൈലാഞ്ചി ഇടും. പക്ഷെ നമ്മൾക്കില്ലേ ഇവിടെ മൈലാഞ്ചി കിട്ടാണ്ട് കേട്ടോ. നമ്മളപ്പോൾ പോയിട്ട് മൈലാഞ്ചി കിട്ടാൻ ഉള്ളിടത്ത് പോയി മൈലാഞ്ചി പറിച്ച് കൊണ്ടുവന്ന് നമ്മളെന്ത് കെട്ടും, മൈലാഞ്ചി ഇടും. ഇറച്ചിപ്പൊതി കെട്ടുകയെന്നാണ് പണ്ട് നമ്മളൊക്കെ കയ്യിലിങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ കെട്ടുന്ന സമയത്ത്. അപ്പോൾ എന്നിട്ട് അപ്പം പറയും ഇറച്ചി പിറ്റേ ദിവസം രാവിലെ വരയ്ക്കൊക്കെ കയ്യിൽ കെട്ടി വെച്ചിട്ടില്ലേ, കയ്യൊക്കെ ഇങ്ങനെ മരവിച്ചിട്ട് ഇങ്ങനെ കയ്യൊക്കെ മരവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഇവിടെയൊക്കെ തൊപ്പി പോലെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ മൈലാഞ്ചി. അങ്ങനെ ഇപ്പോഴൊക്കെ സംക്രാന്തി അങ്ങനെയാണ് സംക്രാന്തി പറയുക. അങ്ങനെ സംക്രാന്തി പറയുക അല്ല, ഓരോ കൊല്ലങ്ങൾ കഴിയുന്തോറും പഴയ ആചാരങ്ങളൊക്കെ വ്യത്യാസം വന്ന് 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 പോകും. വ്യത്യാസം വന്ന് പറഞ്ഞാൽ ഇത് ആർക്കും അറിയില്ലേ? ഇപ്പൊ ആർക്കറിയാം? ചേട്ടക്കളിയെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കറിയണത്? നമ്മുടെ ചുറ്റോട്ടത്ത് ഒരാളും ചെയ്യുന്നത്. പണ്ട് ചേട്ടക്കളയിൽ മെയിനായിട്ട് ചെയ്തായിരുന്നു നമ്മുടെ കൂട്ടത്തിലാണ്. അതിനെ പറയുന്നത് അച്ഛനാണ് മെയിനായിട്ട് ചെയ്തായിരുന്നു, ചുറ്റുവട്ടത്തെ ചെയ്തായിരുന്നു അച്ഛനാ. ഈ ഇവിടെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നിട്ട് പോയിട്ടില്ലേ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ മുങ്ങിക്കുളിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുക. കർക്കിടക മാസം പിന്നെ പുണ്യം, ഇങ്ങനെ നമ്മുടെ രാമായണ മാസവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ശരിക്കും ഇത് ഇപ്പോഴും ചില ഭാഗത്ത് കൂടെ ഈ ഒറ്റപ്പാലം ആ ഭാഗത്ത് കൂടെ കഴിക്കും, പിറ്റേ ദിവസം ഇറച്ചിയൊക്കെ തിന്നും. പിന്നെ അല്ല, പിറ്റേ ദിവസം നമ്മളെല്ലാം ഇറച്ചിയൊക്കെ തിന്നും പറയാ. 1-ാം തീയതി പറഞ്ഞിട്ട് നമ്മൾ ഇറച്ചി കഴിക്കാതിരിക്കില്ല കേട്ടോ. 1-ാം തീയതി എന്താ വെച്ചാൽ ഈ തലേദിവസം നാളെ രാത്രി അല്ലേ ഇത് ഉണ്ടാക്കുക. നാളെ രാത്രി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മറ്റന്നേക്ക് എന്തായാലും കോഴി മറ്റന്നാൾ രാവിലേക്കും ഉണ്ടാവും. മറ്റന്നാൾ രാവിലെ എന്താ കുളി കഴിഞ്ഞിട്ട് കഴിക്കും, ഇറച്ചിയും കോഴിയും കഴിക്കും കേട്ടോ. പക്ഷേ ഇപ്പം ആൾക്കാർ കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ വെച്ചാൽ ഇറച്ചി കഴിക്കില്ല എന്നൊക്കെ പറയും. എന്താ രാമായണ മാസം ചിലർ 10 ദിവസമെങ്കിലും നോക്കും എന്നൊക്കെ പറയും കേട്ടോ. 10 ദിവസം കഴിക്കും. നമ്മൾ നമ്മുടെ കാര്യം പറയില്ല, നമ്മളങ്ങനെ അത് ചെയ്ത് ശീലിക്കാത്തത് കൊണ്ട് നമ്മൾ കഴിക്കാറുണ്ട്. എന്താ 1 മാസം നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാൻ ഇതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു കുറേ കൂട്ടുകാർ. 1 മാസമല്ലേ, നമ്മളത് എന്താ വെച്ചാൽ ഇത്രയും കാലം നമ്മളത് ശീലിച്ചിട്ടില്ല അല്ലേ അനിയേട്ടാ? ഇവിടെ നമ്മൾ അങ്ങനെയാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ശീലങ്ങളും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്താ നിങ്ങൾ ഹിന്ദുക്കളല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അച്ഛനൊക്കെ അങ്ങനെ ചെയ്ത് കാണിച്ചു കണ്ടുപിടിച്ചത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ രാവിലെ നീച്ച് നമ്മൾ വിളക്കൊക്കെ വെക്കും. പിന്നെ മലയ്ക്ക് പോണ ആ സമയത്ത് നോമ്പെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മലയ്ക്ക് പോയി വരുന്ന വരെ നമ്മൾ എന്ത് കാട്ടുന്നറിയോ, നോണൊന്നും കഴിക്കില്ല. അച്ഛൻ വേഗം പോയിട്ട് മൈലാഞ്ചിത്ര വന്നോ? നാളെ മതി ഇപ്പോൾ വേണ്ടെങ്കിൽ നിയമം പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല. അപ്പോഴേ ഇന്നലത്തെ വിശേഷം കൂടി ഇല്ലേട്ടാ, ഇന്നലെ എടുത്തു വെച്ചതും കൂടി ഇതിൽ ഇടട്ടേട്ടാ. അപ്പം നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. സമയം കുറച്ച് നേരമായി കേട്ടോ. അപ്പോൾ നാളെ കാണാം.